കോഴിക്കോട് മാലിന്യ ടാങ്കിൽ അകപ്പെട്ട് തൊഴിലാളികൾ മരിച്ചതിൽ ഹോട്ടൽ ഉടമയ്ക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുത്ത് പോലീസ്. ഹോട്ടലിന്റെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. തൊഴിലാളികളുടെ മരണകാരണം കണ്ടെത്താൻ ശാസ്ത്രീയ പരിശോധന ഇന്ന് നടക്കും. ദീപക് മലയമ്മ വിശദാംശങ്ങളുമായി. ദീപക്, എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് കേസ്? നികേഷ, പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലനുസരിച്ച് ഈ ടാങ്കിനകത്ത് നിന്ന് വിഷവാതകം ശ്വസിച്ചതാണ് ഈ രണ്ട് തൊഴിലാളികളും ടാങ്കിനകത്തേക്ക് കുഴഞ്ഞു വീഴാൻ ഇടയാക്കിയത് എന്നുള്ളതാണ് കണ്ടെത്തൽ. അതിന്റെ ഭാഗമായി തന്നെ രാസപരിശോധന അടക്കം ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. പോലീസ് സംഘം നേരത്തെ തന്നെ ഈ കാര്യത്തിൽ സയന്റിഫിക് എക്സ്പേർട്ടിനെ വെച്ചുകൊണ്ടുള്ള പരിശോധന വേണമെന്നുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ കോർപ്പറേഷന്റെ ആരോഗ്യ വിഭാഗം ഈ കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. വിദഗ്ധ തൊഴിലാളികൾ തന്നെയാണോ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് തുടങ്ങിയ കാര്യത്തിൽ. ഒപ്പം ഈ ഒരു മാലിന്യ ടാങ്കിൽ നിന്നും മാലിന്യം മാറ്റുന്ന സമയത്ത് കോർപ്പറേഷനെ അറിയിക്കണമെന്നടക്കമുള്ള ചട്ടങ്ങൾ നിലവിലുണ്ട്. ആ ചട്ടങ്ങളൊന്നും തന്നെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉൾപ്പെടെ പറയുകയും ചെയ്തിട്ടുള്ളത്. അതിൽ കോർപ്പറേഷന്റെ അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ പോലീസ് ഇപ്പോൾ ഇന്നലെ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തത്. ഇന്ന് മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ വകുപ്പ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഹോട്ടൽ ഉടമയ്ക്കെതിരെ കൂടി കേസെടുക്കുന്ന സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല പൂർണ്ണമായും. അതുകൊണ്ട് തന്നെ ഇരുവരുടെയും പോസ്റ്റ്മോർട്ടം നടപടികളും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇരുവരുടെയും മൃതദേഹങ്ങൾ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നികേഷ്.